നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PDPയുടെ പിന്തുണ ഇടതുമുന്നണിക്ക്. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇടതുമുന്നണിക്ക് നൽകി വരുന്ന പിന്തുണ തുടരുമെന്ന് പാർട്ടി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പ് പിന്തുണ തുടരാൻ തീരുമാനിച്ചത്. കേരള തീരത്തിന് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ തീപിടിച്ച വാൻഹായ് 503 എന്ന കപ്പലിൽ നിന്നുള്ള രക്ഷാദൌത്യം പുരോഗമിക്കുന്നു. കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളും 3 വിമാനങ്ങളുമാണ് ദൌത്യത്തിൽ പങ്കെടുക്കുന്നത്. കൊളംബിയയിൽ നിന്നും നവി മുംബൈയിലേക്ക് പോയ കപ്പലിൽ ഇന്ന് രാവിലെ 10:30യോടെയായിരുന്നു പൊട്ടിത്തെറിയുണ്ടായത്. പൊട്ടിത്തെറിയിൽ കപ്പൽ ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. കപ്പലിൽ ഉണ്ടായിരുന്ന 22 പേരിൽ 18 പേർ ബോട്ടിലേക്ക് മാറിയതായി കൊച്ചി ഡിഫൻസ് PRO അറിയിച്ചു. 2 പേരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. തെരുവ് നായയുടെ കടിയേറ്റ് 4.5 വയസ്സുകാരന് പരിക്ക്. എഫ്രിൻ മോബിനാണ് നായയുടെ കടിയേറ്റത്. കായലോടുള്ള എഫ്രിന്റെ അമ്മയുടെ വീട്ടുമുറ്റത്ത് നിന്നും കളിക്കുന്നതിനിടെയാണ് നായയുടെ കടിയേൽക്കുന്നത്. ഞായറാഴ്ച 10 മണിയോടെയായിരുന്നു സംഭവം. UK നിന്നും അച്ഛൻ മോബിനും അമ്മ ജിൽസ്നയോടൊപ്പം നാട്ടിലെത്തിയ എഫ്രിൻ കായലോടുള്ള അമ്മയുടെ വീട്ടിൽ താമസിക്കാൻ എത്തുകയായിരുന്നു. വീടിന് മുറ്റത്തു നിന്നും കളിക്കുന്നതിനിടെയാണ് തെരുവ് നായ എഫ്രിനെ ആക്രമിക്കുന്നത്. ചികിത്സാ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയ തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രശ്നം 2 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഉപകരണങ്ങൾ വാങ്ങാൻ ഒരാഴ്ചക്കകം നടപടിയെടുക്കുമെന്നും 2 ദിവസത്തിനകം ശസ്ത്രക്രിയ പുനരാരംഭിക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു. ഗാർഹിക പീഡന പരാതിയുമായി എത്തുന്ന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും തുടർ പിന്തുണ ഉറപ്പാക്കുന്നതിന് പ്രത്യേക സെൽ രൂപീകരിക്കുമെന്ന് ആരോഗ്യ, വനിതാ, ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന തരത്തിലുള്ള തുടർ പിന്തുണ ഉണ്ടാകണം. ആവശ്യമായവർക്ക് ജീവനോപാധി ലഭിക്കുന്നു എന്നുള്ളതും ഉറപ്പാക്കണം. ഈ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് സെൽ പ്രവർത്തിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം സഖി വൺ സ്റ്റോപ്പ് സെന്റർ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിക്കുന്ന വിഗ്രഹങ്ങൾ പ്രകൃതിദത്ത ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യാൻ പാടില്ലെന്ന് ബോംബെ ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് അലോക് ആരാധെ, ജസ്റ്റിസ് സന്ദീപ് മാർനെ എന്നിവരടങ്ങിയ ഡിവിഷണൽ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിദഗ്ധ സമിതി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് കരുതുന്നുവെന്നും കോടതി അറിയിച്ചു. കരകൗശല വിദഗ്ധർക്കോ അസോസിയേഷനുകൾക്കോ വിഗ്രഹങ്ങൾ നിർമ്മിക്കാം, എന്നാൽ അത് നിമജ്ജനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രകൃതിദത്ത ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യാൻ പാടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സിക്കിമിലെ ചാറ്റനിൽ സൈനിക ക്യാമ്പിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ 6 ജവാന്മാരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. സൈനുദ്ദീൻ PK എന്ന സൈനികന്റെ മൃതദേഹമാണ് കണ്ടെടുത്തിയത്. കാണാതായ മറ്റു സൈനികരെ കണ്ടെത്തുന്നതിനായി തിരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. വടക്കൻ സിക്കിമിലെ ചാറ്റലിൽ ജൂൺ 1-നുണ്ടായ മണ്ണിടിച്ചിലാണ് സൈനിക ക്യാമ്പ് അപകടത്തിൽപ്പെട്ടത്. മണ്ണിടിച്ചിലിൽ സൈനിക ക്യാമ്പിലെ 6 സൈനികരെയാണ് കാണാതായത്. ഇതിൽ ഒരാളുടെ മൃതദേഹമാണ് ലഭിച്ചത്. മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്. 4 പേരെ രക്ഷപ്പെടുത്തിയിരുന്നതായി മംഗാൾ ജില്ലാ പോലീസ് അറിയിച്ചു. മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്. 4 പേരെ രക്ഷപ്പെടുത്തിയതായും പോലീസ് അറിയിച്ചു. മോഡൽ അഞ്ജലി വർമുറയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുജറാത്തിലെ സൂറത്തിൽ നിന്നുള്ള മോഡലാണ്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ഇൻസ്റ്റഗ്രാമിൽ അവസാനം ഇട്ട പോസ്റ്റുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനയും അതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, പക്ഷെ സ്നേഹം നഷ്ടപ്പെട്ടാൽ അത് വേദനയാണ് എന്നായിരുന്നു അഞ്ജലിയുടെ അവസാന കുറിപ്പ്. ഫെഡറൽ ഇമിഗ്രേഷൻ റെയ്ഡുകൾക്കെതിരെ അമേരിക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയിൽ ആരംഭിച്ച പ്രക്ഷോഭം ശക്തി പ്രാപിക്കുന്നു. തലസ്ഥാന നഗരമായ ലോസ് ഏഞ്ചൽസിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. പ്രതിഷേധക്കാർ വാഹനങ്ങൾക്ക് തീയിടുകയും പാതകൾ ഉപരോധിക്കുകയും ചെയ്തതോടെ ലോസ് ഏഞ്ചൽസ് തെരുവുകൾ പലയിടങ്ങളിലും യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ചു. ഗാസയിലേക്ക് അവശ്യവസ്തുക്കളുമായി യാത്ര തിരിച്ച പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബർഗ് ഉൾപ്പെടെ സഞ്ചരിച്ച കപ്പൽ തടഞ്ഞ് ഇസ്രായേൽ. ഇറ്റാലിയൻ കറ്റാനിയ തീരത്തെ സിസിലി തുറമുഖത്തിൽ നിന്ന് ഗാസ ലക്ഷ്യമാക്കി ജൂൺ 1-ന് പുറപ്പെട്ട മത്ലി എന്ന കപ്പലാണ് ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തത്. ഗ്രെറ്റ ഉൾപ്പെടെ 12 സന്നദ്ധ പ്രവർത്തകരെ കപ്പലിൽ തടഞ്ഞുവെച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നു.